പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി, വാഴും സുദിനം ആസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാം. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ചില ടെക്നിക്കൽ പ്രോബ്ലം ആമേൻ നമ്മുടെ മുമ്പിൽ കടന്നു വന്നു. ആമേൻ. അതിനെ അതിജീവിപ്പാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും നമുക്ക് ആ ദൈവവചനത്തിലേക്ക് നമ്മുടെ സത്യത്തിരിക്കുക. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് നമുക്കൊരു മുന്നറിയിപ്പ് നൽകി. ആമേൻ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കഠിന ആക്കരുത്. എബ്രായ ലേഖനം 3:15. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ വായിച്ചത് അല്ലേ? ഒന്ന് വായിച്ചേ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. നിങ്ങളുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്യരുത്? കഠിനമാക്കരുത് കേട്ടോ. ഈ ആരാധന കഴിഞ്ഞ് എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്തോണം? തങ്കമണി ആന്റി വീട്ടിലോട്ട് ചെന്ന് കേറിയ ഉടനെ എന്ത് ചെയ്തോണം? ഹല്ലേലൂയ. കഠിനമാക്കുന്നു ഉറപ്പുള്ളവരൊരു സ്വതന്ത്രം പറഞ്ഞു. 4-ാം അധ്യായം 1-ാം വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം. എല്ലാവർക്കും സ്വസ്ഥത വേണം. ഹല്ലേലൂയ. ഒന്ന് നിർത്തിയായിരുന്നെങ്കിൽ സ്വസ്ഥമായെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചേ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. കണ്ടോ? ഭയപ്പെടണം ദൈവമക്കളെ. സ്വസ്ഥത വേണോ? ഹൃദയം കഠിനമാക്കരുത്. നിങ്ങളിൽ ആർക്കും ഇത് ലഭിക്കാതെ പോകരുത്. ഏത്? ഈ സ്വസ്ഥത. വീട്ടിൽ സമാധാനമില്ല, ജീവിതത്തിൽ സ്വസ്ഥതയില്ല, കല്യാണം കഴിച്ചിട്ട് കുടുംബജീവിതത്തിനകത്ത് എന്തില്ല? സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, എരിപൊരി സഞ്ചാരം. എബ്രായ ലേഖനം 4:2 വായിച്ചു. അവരെ പോലെ നാമും ഒരു സ്വവർത്തമാനം കേട്ടവർ ആകുന്നു. സദ്വർത്തമാനം കേട്ടവരാകുന്നു. ആരെ പോലെ? ഇസ്രായേൽ മക്കളെ പോലെ. അവന്റെ വിശ്രമത്തിൽ പ്രവേശിക്കുമെന്ന വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആരും അതിൽ എത്താതിരിക്കുമോ എന്ന് നാം ഭയപ്പെടുക. ഇസ്രായേൽ ജനവും എന്തു കേട്ടു? സുവിശേഷ സന്ദേശം കേട്ടത്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്നത് അയൽവക്കക്കാരുടെ പഴിയും ദൂഷി. നമ്മൾ പാടി അതൊക്കെ തീരെ കാലമായിരുന്നേ, ഒന്ന് തീർക്കുന്നേ. പിന്നെ അതും കേട്ടോണ്ടിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ പറയുക അയൽവക്കക്കാരൻ അത് പറഞ്ഞു, എൻ്റെ അപ്പം വിളിച്ചപ്പോ അത് പറഞ്ഞു, എൻ്റെ കെട്ടിയോൻ വിളിച്ചപ്പോ. എന്ന് തീരും? നീ ഒന്ന് തിരി. നിന്റെ അകത്ത് യേശുവിനെ കൊണ്ടുവാ. നീ അവനെ ശ്രദ്ധിക്കുക. സ്തോത്രം. നിന്റെ ഹൃദയം കഠിനമാക്കുന്നതാ പ്രശ്നം. ഹല്ലേലൂയ. പക വെച്ച് കഠിനപ്പെടുത്തുക, കുശുമ്പ് വെച്ച് കഠിനപ്പെടുത്തുക, ഭയം വെച്ച് കോപം വെച്ച് കഠിനപ്പെടുത്തുക. ഇന്ന് പകൽ അതെല്ലാം എന്ത് ചെയ്യണം? പുറത്ത് കളയണം. ഹല്ലേലൂയ. ഈ പാത്രത്തിനകത്ത് വെള്ളം നിറഞ്ഞാൽ അകത്ത് കിടക്കുന്ന അഴുക്കല്ല എന്ത് ചെയ്യും? വെളി വരില്ലേ? വരുവോ? ഈ മഴക്കാലത്ത് ഈ വെള്ളമെല്ലാം കൂടെ ചിലയിടത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും,
ഹല്ലേലൂയ. അപ്പൊ കെട്ടിക്കിടക്കുന്ന ഈ ദുർഗന്ധമൊക്കെ, ഈ അശുദ്ധിയൊക്കെ ആമേൻ വെള്ളം ചെന്ന് ഈ പൊക്കിക്കൊണ്ടുവരും. ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് ആമേൻ പ്രവർത്തിക്കാൻ വേണ്ടി നിന്റെ മനസ്സിനെ ശരീരത്തിനെയൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമേൻ ആവശ്യമില്ലാത്തതിനെയൊക്കെ പൊക്കി പുറത്ത് കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആമേൻ ആരും അതിലെത്താതിരിക്കുമോ എന്ന് നാം ഭയപ്പെടുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം എന്ത് കേട്ടു? സുവിശേഷം കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കളും എന്ത് ചെയ്തു? സുവിശേഷം കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളെ മാത്രം ശ്രദ്ധിച്ച പോലല്ലോ, ഇവിടെ കുറച്ചു പേരൊക്കെ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ആമേൻ കേട്ട വചനം അവർ കേട്ട് കേട്ടോ. നിങ്ങളിൽ പലരും നിർബന്ധിച്ചാണെങ്കിലും അല്ലേ, കേട്ടേ പറ്റൂ. അല്ലേ, ഇരുന്ന് പോയില്ലേ, വന്നു പോയില്ലേ, വായിച്ചല്ലേ പറ്റൂ അല്ലേ? മനസ്സോടെ വായിക്കുന്നെങ്കിൽ ഒരു സ്വോത്രം പറ. സ്വോത്രം കേട്ടില്ലേ? മനസ്സോടെ അല്ലാത്തൊരു ഇങ്ങനെ സ്വോത്രം പറയും. ഹല്ലേലൂയ. അപ്പൊ കേട്ട വചനം വിശ്വാസത്തോട് ചേർന്നില്ലെന്ന്. ഈ വായിക്കുന്ന വചനം എന്തിനോട് ചേരണം? അടുത്തിരുന്ന് കേട്ടാ പോരെ കേട്ടോ. കേൾക്കുന്ന വചനം എന്ത് ചെയ്യണം? വിശ്വാസത്തോട് ചേർന്ന് വരണം കേട്ടോ. അപ്പുറം ഇപ്പുറം കേൾക്കാൻ വേണ്ടി നടുക്കിരുന്ന് വായിക്കുന്ന ആളും കേൾക്കുന്ന ആളും ഈ വചനത്തോട് എന്ത് ചെയ്യണം? ചേർന്ന് വരണം, ചേർന്ന് വരണം. പക്ഷെ അവര് കേട്ടോ ഉള്ളൂ, ചേർന്ന് വന്നില്ല. അമ്മേ, ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്. വചനം കേൾക്കുന്നത് മാത്രം പോരാ, വചനം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ആമേൻ. വിശ്വസിച്ചതിനെ അനുസരിക്കണം. യാക്കോബ് 1:22 വേഗം വായിക്കുക. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. നമ്മൾ നിർത്തിയ കഴിഞ്ഞ ആഴ്ച നിർത്തിയ സമയമായി. ആമേൻ. നിർത്തണം ഇപ്പോ? സഹോദര, നിർത്തണോ കുറച്ചും കൂടെ ആവാമോ? വേഗം പറ. കേട്ടില്ല? സ്തോത്രം. ടീച്ചറാൻറ്റി എന്താ പറയുന്നു? വേവേ നിർത്തണോ കുറച്ചും കൂടെ ആവാമോ? ഓക്കെ, വേഗം വായിച്ചു തന്നാൽ വേഗത്തിൽ നിർത്താം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട്, വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, ഈ കേട്ടിട്ട് ഇരുന്ന് ചതിച്ചോണ്ടിരിക്കാതെ കേട്ടോ. എല്ലാ ആഴ്ചയിലും കേൾക്കും, എല്ലാ ആഴ്ചയിലല്ല, എല്ലാ ദിവസവും കേൾക്കും. എന്നിട്ട് എന്ത് ചെയ്യുക? സ്വയം ഇരുന്ന് ചതിക്കുക. എന്നിട്ട് വിമർശനമാ. ആരെ വിമർശിക്കുക? കെട്ടിയോൻ കാരണോ, കെട്ടിയോട് കാരണോ, നാട്ടുകാർ കാരണോ, അയൽവക്കക്കാർ കാരണോ, കൂട്ടുകാര് പരിപാടി ഇന്നത്തോടെ നിർത്തിക്കണം. അല്ലേ? ചിലരെ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ അതുകൊണ്ട് വചനം കേൾക്കാത്തത്. അതിനെ കേട്ടാലേ കുഴപ്പമുള്ളൂ, അനുസരിക്കണ്ടല്ലോ. അല്ല ടീച്ചർ ആൻറ്റി, നെറ്റില്ല മാസ്റ്ററെ, അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യാത്തത്. ഹല്ലേലൂയ. അപ്പൊ വായിച്ചേ, വചനം കേൾക്കുന്നവർ മാത്രമല്ല, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പി. അതിനെ ചെയ്യുന്നവരായി ഇരിപ്പി. ഇന്ന് പലർക്കും ബൈബിൾ പരിചിതമാണ്. എന്നാൽ വചന ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ മാറ്റം സംഭവിക്കുന്നത്. ദൈവം മെസ്സേജ് നൽകുന്നവനല്ല, ദൈവം ആമേൻ വിവരങ്ങൾ നൽകുന്നവനല്ല, രൂപാന്തരം വരുത്താനാണ് സംസാരിക്കുന്നത് കേട്ടോ. ബൈബിളിനകത്ത് ഒത്തിരി പാണ്ഡിത്യം ഉണ്ടാക്കാനല്ല സംസാരിക്കുന്നത്, ജീവിതത്തിൽ രൂപാന്തരം വരുത്താനാണ്. എബ്രായർ 4:9-10 വേഗം വായിച്ചു. നീ ഓരോ അധ്യായം കൂടെ കിടക്കുക, വേഗം വായിക്കും. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം
വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കാം. കണ്ടോ, വീട്ടിനകത്ത് സ്വസ്ഥത വേണമെങ്കിൽ ഉത്സാഹിക്കണം. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത, വിശ്രമം വേണമെങ്കിൽ നീ ഉത്സാഹിക്കണം. ഹല്ലേലൂയ. ദൈവജനത്തിനായി ഒരു ശബത്ത് വിശ്രമം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ വിശ്രമം എന്താണ് പ്രിയരെ? കുറ്റബോധത്തിൽ നിന്ന് മോചനം, ഭയത്തിൽ നിന്ന് സമാധാനം, ഹല്ലേലൂയ, സ്വയം തെളിയിക്കാനുള്ള സമ്മർദ്ദത്തിൽ നിന്ന് ആമേൻ ദൈവ കൃപയിലേക്കുള്ള വിശ്വാസം. മത്തായി സുവിശേഷം 11:28 ആമേൻ ഞാൻ ആമേൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ പിന്നീട് നോട്ട് ചെയ്ത് വായിച്ചാൽ മതി. യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വിശ്രമം മടുപ്പല്ല, ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിതമാണ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 4:12 വേഗം വായിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം, നിങ്ങൾ വായിക്കുന്ന വചനം, ആമേൻ നിങ്ങൾ വിശ്വസിക്കുന്ന വചനം ശക്തിയുള്ളതാ. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ശക്തിയുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതുമാകുന്നു. ഹല്ലേലൂയ. സഭയെ, വചനം ഒരു ചരിത്ര പുസ്തകമല്ല, വചനം ജീവനുള്ളതാണ്. അത് നമ്മുടെ ചിന്തകളെ പരിശോധിക്കുന്നു, ഉദ്ദേശങ്ങളെ വെളിപ്പെടുത്തുന്നു, പാപത്തെ ബോധ്യപ്പെടുത്തുന്നു, പ്രത്യാശയെ പുതുക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്താട്ട്. ഈ 4-ാം അധ്യായത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. കർത്താവേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് മാറ്റാൻ ആഗ്രഹിക്കുന്ന മേഖല ഏതാണ്? ഞാൻ കേൾക്കാൻ തയ്യാറാണപ്പ, ഞാൻ അനുസരിക്കാൻ തയ്യാറാണപ്പ. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണോ? എബ്രായലേഖനം 4:14, 15, 16 വേഗം വായിക്കും. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. കാരണം നമുക്ക് ആകാശങ്ങളിലൂടെ കടന്നുപോയ ആമേൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ഒരു യേശു ഉണ്ട്. ഹല്ലേലൂയ. ആകയാൽ കൃപ സിംഹാസനത്തിങ്കൽ ഹല്ലേലൂയ ധൈര്യത്തോടെ നമുക്ക് അടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യാശ. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കല്ല പ്രിയരെ, യേശു ക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണ്. അവൻ നമ്മുടെ ബലഹീനതകൾ അറിയുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കണ്ണുനീര് അറിയുന്ന കർത്താവാണ്. അവൻ നമ്മെ തള്ളിക്കളയുന്നവനല്ല, അവൻ തന്റെ അടുക്കലേക്ക് നമ്മെ വിളിക്കുന്നവനാ, തന്റെ മാർവോട് ചേർത്ത് പിടിക്കുന്നവനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ കർത്താവ് നിങ്ങൾ വിളിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ ആഹ്വാനം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്, നിങ്ങൾ നിരാശയിലാണ്, നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, പിൻവായി പോകരുത്, ഓടിപ്പോകരുത്. കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരിക. അവിടെ കൃപയുണ്ട്, അവിടെ കരുണയുണ്ട്, അവിടെ സഹായമുണ്ട്. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ വിശ്രമത്തിലേക്ക് നയിക്കണമേ. വചനം കേൾക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ അത് അനുസരിക്കുന്നവരാക്കണമേ. കൃപാസിംഹാസനത്തിങ്കൽ ധൈര്യത്തോടെ വരാനുള്ള വിശ്വാസം നൽകണമേ. ക്ഷീണിച്ചവർക്ക് ബലം നൽകണമേ. ഭാരപ്പെട്ടവർക്ക് സമാധാനം നൽകണമേ. ഈ സഭയിൽ നിന്ന് അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന, അങ്ങയുടെ വചനം അനുസരിക്കുന്ന, അങ്ങയുടെ കൃപയിൽ ജീവിക്കുന്ന ഒരു തലമുറ ഉയർന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. വേഗത്തിലെ പ്രേരകൻ 5-ാം അധ്യായം. ആമേൻ. അതിന്റെ 1-ാം വാക്യം വേഗത്തിൽ വായിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിക്കാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു.
താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും. കണ്ടോ, അറിവില്ലാത്തവരും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കുന്നവനായ യേശു. സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്നതുപോലെ തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. ആമേൻ. ശ്രദ്ധിച്ച യേശുവിനെ കുറിച്ച് നമ്മൾ ഈ 3 അധ്യായത്തിലൂടെ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ആമേൻ. എബ്രായർ ലേഖനം 3-ാം അധ്യായത്തിൽ ആമേൻ നാം കേട്ടു, നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുക എന്ന് കേട്ടു. ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഒരു വലിയ ചോദ്യത്തിന്റെ മുന്നിൽ നിർത്തുന്നു. നീ എത്ര വർഷമായി വിശ്വാസത്തിലുണ്ട് എന്നതല്ല ചോദ്യം, നീ ആത്മീയമായി വളർന്നോ? ഹല്ലേലൂയ. ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക. വർഷങ്ങളായി സഭയ്ക്കകത്ത് കയറിയിട്ട് ഹല്ലേലൂയ, ഇന്നും കഠിന ഹൃദയമായിട്ടിരിക്കുകയാണ്. അത് യേശുവിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവനെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ? അവന്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നാം വായിച്ചു കേട്ടത്, ആമേൻ, മഹാപുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാണ്. ആമേൻ. അവൻ തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിതത്വത്തിലേക്കാണ് വചനം നമ്മെ നയിക്കുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 5:5 മുതൽ താഴോട്ട് നിങ്ങൾ വായിക്കണം. 5-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ. അതുകൊണ്ട് ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. ആമേൻ. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. നീ മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം സഭയെ, യേശുവിന്റെ ശുശ്രൂഷയുടെ മഹത്വം ഇതാണ്. ഹല്ലേലൂയ. ആമേൻ. അവൻ രാജാവാണ്, അവൻ പുരോഹിതനാണ്, അവൻ ഇടയനാണ്, അവൻ മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. നീ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന അവൻ ശൂന്യതയിലേക്ക് പോകുന്നില്ല. മഹാപുരോഹിതനായ യേശു അവൻ പിതാവിന്റെ മുമ്പിൽ നിനക്ക് നിലകൊള്ളുന്നത് കൊണ്ട് ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നീ ഒറ്റയ്ക്കല്ല, യേശു നിന്റെ കൂടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എബ്രായർ 5:7 ആമേൻ വായിച്ചാട്ടെ. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. നോക്കിക്കേ, ആമേൻ. നാം ഒറ്റയ്ക്കല്ല, സഭ ശ്രദ്ധിക്കണം. ആമേൻ. യേശു ആമേൻ നമുക്ക് വേണ്ടി ആമേൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്ന് മധ്യസ്ഥത ചെയ്യുകയാണ്. ഹല്ലേലൂയ. അവൻ തന്റെ ആമേൻ ഈ ലോക ജീവിതത്തിൽ ആമേൻ ഒച്ചത്തിൽ നിലവിളിച്ചു, കണ്ണുനീരോടും കൂടെ പ്രാർത്ഥനകളും അപേക്ഷകളും അർപ്പിച്ചു. അല്ലേ? ഹല്ലേലൂയ. സഭ ശ്രദ്ധിച്ച് അവൻ കരഞ്ഞു. ആര്? യേശു കരഞ്ഞു, യേശു പ്രാർത്ഥിച്ചു. ആമേൻ. ഇതിലൂടെ യേശു എന്ത് ചെയ്തു? അനുസരണം പഠിച്ചു. കേട്ടോ, ചില വിഷയത്തിന് കരയുന്നതായിട്ട് വരുന്നുണ്ട് അല്ലേ? ചില വിഷയങ്ങൾക്ക് സമയമെടുത്ത് ദിവസങ്ങളെടുത്ത് ആ മാസങ്ങളെടുത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിലൂടെ എല്ലാം യേശു എന്ത് പഠിച്ചു? അനുസരണം പഠിച്ചു. അപ്പൊ സഭ ആമേൻ ഈ പ്രാർത്ഥനയിലൂടെ ആമേൻ ഈ കൂട്ടായ്മയിലൂടെ കടന്നു പോകുമ്പോൾ കരയേണ്ടതായ സന്ദർഭങ്ങൾ വരുമ്പോൾ ആമേൻ കോപവും കയ്പും വിദ്വേഷവും ഒക്കെ ഹൃദയത്തിനകത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് ആമേൻ ഈ ലേഖനം എഴുതി സഭയ്ക്ക് എന്ത് ചെയ്തത്? തന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നിന്റെ കണ്ണുനീർ ദൈവത്തിന് അന്യമായതല്ല. നിന്റെ പോരാട്ടം അവൻ അറിയുന്നു, നിന്റെ രാത്രികൾ അവൻ അറിയുന്നു, നിന്റെ മുറിവുകൾ അവൻ അറിയുന്നു. കരയുന്ന അമ്മമാരെ, പ്രാർത്ഥിക്കുന്ന പിതാക്കന്മാരെ, തളർന്ന ശുശ്രൂഷകരെ,
യേശു നിങ്ങളുടെ കണ്ണുനീർ അറിയുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്ത് കണ്ണുനീരോടായിരിക്കുന്നവരോട് ദൈവം ഇടപെടുകയാണ്. എബ്രായ ലേഖനം 5:12 വേഗം വായിച്ചു. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളോട്. നിങ്ങൾ ഇനി വീട്ടിൽ പോയി വായിച്ചാൽ ഇതാണ് ഇന്നത്തെ സമാപന സന്ദേശത്തിന്റെ കേന്ദ്രം. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഗുരുക്കന്മാരായിരിക്കേണ്ട സമയമായിട്ടും ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക. ഇപ്പോഴും എന്ത് ചെയ്യുക? പ്രീ KG അംഗൻവാടി കുട്ടികളെ പോലെ ഇരിക്കുക. ഹല്ലേലൂയ. സഭയെ ദൈവം നമ്മെ ശിശുക്കളായി എന്നും നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നും വന്നിങ്ങനെ ഇരുന്ന് പാടാന്ന് പറയുമ്പോൾ പാട്ടുബുക്ക് എടുത്ത് മറിക്കുക, അല്ലെങ്കിൽ റീല് നീക്കുന്നത് പോലെ മൊബൈലിനകത്ത് എന്ത് ചെയ്യുക? ഒരു പാട്ടെങ്കിലും ആത്മാർത്ഥമായി ഒന്ന് പഠിച്ചിട്ട് ഒന്ന് കരമൊക്കെ അടിച്ച് പരിസരമൊക്കെ ഒന്ന് മറന്ന് എന്ന അംഗൻവാടി കുട്ടികൾ ഇരിക്കുന്ന പോലല്ല ഇന്നും വന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, കാലം നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾ ആരാകേണ്ടവരായി? ഗുരുക്കന്മാര് ആകേണ്ടവരായി. പക്ഷെ ഇന്നും എന്ത് ചെയ്യുക? സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും എന്ത് ചെയ്യുക? മറിച്ചുകൊണ്ടിരിക്കുക. കണ്ണടച്ച് പാടുന്നവരുടെ കൂടെ പാടാൻ പറ്റുമോ? സഭയെ ദൈവം നിങ്ങളെ ശിശുക്കളായി എന്നും നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ പക്വതയിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. ഈ പക്വതയുടെ അടയാളം എന്താണ്? പക്വത എന്ന് പറയുന്ന ഒരു സംഭവം ഹല്ലേലൂയ. ആമേൻ. വചനത്തിൽ ഉറച്ചു നിൽക്കുക. എന്താണ് പക്വതയുടെ അടയാളം? വചനത്തിൽ ഉറച്ചു നിൽക്കുക. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുക. വിശുദ്ധിയിൽ നടക്കുക. മറ്റുള്ളവരെ ഉയർത്തുക. കഷ്ടതയിൽ തകരാതെ നിലനിൽക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ള തലമുറകൾ എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരിമാരെല്ലാം അവരുടെ ഉദരത്തിൽ കൈവന്നു. അമ്മമാരോടല്ല പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. ഇനി തലമുറകൾ എന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ഉദരത്തിൽ കൈവന്നു. അപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ? അമ്മമാര് വെക്കണ്ട എന്ന് പറഞ്ഞ സ്തോത്രം. ഇനി മക്കളൊന്നും ഉണ്ടാകണ്ടെന്ന് തീരുമാനിച്ചവരുണ്ടല്ലോ. പക്ഷെ ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാകണം. കർത്താവേ, ഇന്നലെ വൈകിട്ട് രാത്രി 1:30 മണിക്ക് ഒരു മാതാവ് എന്നെ വിളിച്ചു. 7 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ ആ കുഞ്ഞു മുഖാന്തരം ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. ചർച്ചിലെ വർഷിപ്പ് ലീഡറായിരുന്നു. 7ാം ക്ലാസ്സിൽ ആ കുഞ്ഞ് 7 വയസ്സുള്ള കുഞ്ഞ് എത്രയിലായിരിക്കും പഠിക്കുക? 7 വയസ്സുള്ള കുഞ്ഞ് 6ാം ക്ലാസ്സിൽ 1 അല്ലെ? 6ാം വയസ്സിൽ 1 അപ്പൊ 2 അല്ലെ? അപ്പൊ ആ കുഞ്ഞ് നമ്മുടെ ഇവിടുത്തെ പോലെ മലയാളം ഇംഗ്ലീഷും ഡച്ചുകാരുടെ ക്ലാസ്സിലാണ്. ഡച്ചുകാരുടെ. അപ്പൊ ഏതാ സ്ഥലമെന്ന് നിങ്ങൾ നോക്കുക. അവിടെ പോയിക്കൊണ്ടിരുന്ന കുഞ്ഞ്, അവിടെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് നല്ല അച്ചടക്കത്തിലും പോയിക്കൊണ്ടിരുന്ന കുഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം മാതാപിതാക്കൾക്കെതിരായി. എത്ര വയസ്സുള്ള കുഞ്ഞ്? അതിന് കാരണം അവർ കണ്ടെത്തി. സ്കൂളിൽ
കൈവെക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ ആമേൻ ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ പക്വതയിലേക്ക് ആമേൻ അതെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള വിശുദ്ധിയിൽ നടക്കുന്ന ആമേൻ ആമേൻ ഒരു ജനറേഷനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഉത്തരവാദിത്വമുള്ള ആമേൻ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലഘട്ടങ്ങളിൽ ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന തലമുറയെ നമുക്ക് ആമേൻ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ തലമുറ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ഉദരത്തിൽ കൈവെക്കുക. ആമേൻ ദൈവം തന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ അരികിലുണ്ടെങ്കിൽ അവരുടെ ശിരസിന്മേൽ കൈവെക്കുക. നിങ്ങൾക്ക് അതിന് അധികാരം തന്നിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിച്ചോളൂ. ആമേൻ ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോകം ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ പോകുന്നത്. ആമേൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്ന പല കാര്യങ്ങളും പല രൂപത്തിൽ ഭാവത്തിൽ അവർ ചെല്ലുന്നെടുത്ത് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൈകളിൽ നിൽക്കാത്ത നിലയിലേക്ക് അവരെ തിരിക്കുന്ന ലോകത്ത് അവരെ ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന ഒരു മാതാവായി ഒരു പിതാവായി നിങ്ങളുടെ നാവിന്മേൽ അധികാരമുള്ള അവൻ ആ വയറിൽ കൈവെക്കുക, ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈവെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആമേൻ നാവ് കൊണ്ട് ഹല്ലേലൂയ വചനത്തെ സ്നേഹിക്കുന്ന യുവജനങ്ങൾ, പ്രാർത്ഥനയിൽ ചൊലിക്കുന്ന യുവതികൾ, വിശുദ്ധിയിൽ നടക്കുന്ന കുടുംബങ്ങൾ, സുവിശേഷം പ്രസംഗിക്കുന്ന ശുശ്രൂഷകർ, ഭയമില്ലാതെ യേശുവിനെ സാക്ഷീകരിക്കുന്ന മക്കൾ എന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരട്ടെ. എന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറകൾ ആ നിലയിലേക്ക് തിരിയട്ടെ. അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് തിരിക്കുന്ന സകല ഈവിൽ സ്പിരിറ്റിനെയും സകല അശുദ്ധാത്മാക്കളുടെ ശക്തികളെയും നസ്രനായ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്റെ തലമുറയെ വിട്ട് മാറട്ടെ. എന്റെ ഉദരത്തിൽ ഉരുവാകുവാൻ പോകുന്ന തലമുറയെ വിട്ട് മാറട്ടെ. ഭയമില്ലാതെ യേശുവിനെ സാക്ഷീകരിക്കുന്ന മക്കൾ എഴുന്നേറ്റ് വരട്ടെ. ആ രണ്ട് കൈകളും ഉയർത്തും. പരിശുദ്ധാത്മാവേ, ഈ സഭയിൽ പുതിയ അഗ്നി പകരണമേ. ക്ഷീണിച്ചവരെ ജലിപ്പിക്കണമേ. വിളി നഷ്ടപ്പെട്ടവരെ വീണ്ടും എഴുന്നേൽപ്പിക്കണമേ. വചനത്തിന്റെ വിശപ്പ് വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരണമേ. യുവജനങ്ങളിൽ വിശുദ്ധിയുടെ തീ ജ്വലിക്കട്ടെ. കുട്ടികളിൽ ദൈവ ഭയം വളരട്ടെ. കുടുംബങ്ങളിൽ യാഗപീഠങ്ങൾ പുനഃസ്ഥാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. നിരാശയുടെ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ. പാപത്തിന്റെ ഭാരത്തിൽ കഴിയുന്നവർ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. രോഗികളായവർക്ക് അങ്ങയുടെ സമാധാനവും ശക്തിയും ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശിശുത്വത്തിൽ നിന്ന് പക്വതയിലേക്ക് എന്നെ നടത്തണമേ. എന്റെ ജീവിതം അങ്ങയുടെ യാഗപീഠത്തിൽ സമർപ്പിക്കുന്നു. എന്റെ കുടുംബം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. എന്റെ മക്കളെ അങ്ങയുടെ വഴിയിൽ നടത്തണമേ. എന്റെ തലമുറ അങ്ങയുടെ മഹത്വത്തിനായി എഴുന്നേൽക്കട്ടെ. ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഞാൻ അങ്ങയുടെ വിശ്രമത്തിൽ ജീവിക്കും. ഞാൻ അങ്ങയുടെ വചനം അനുസരിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചാൽ. ഹല്ലേലൂയ.
കേട്ടത് അധികം ശ്രദ്ധയോടെ. ഹല്ലേലൂയ. ആരും ഉപേക്ഷയായി വിചാരിക്കരുത്. ആരും കൈവിടപ്പെട്ടു പോകുവാനിടയാകരുത്. ജീസസ്. ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. ഓ ശാലകബലകദരസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് പകൽ ആ വിശ്വാസത്തിൻ്റെ നായകനായ, പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ മാത്രം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് വെളിയിൽ കളയാം. ആമേൻ. വിമർശനത്തിന്റെ ആത്മാവല്ല, വിശ്വസിക്കുന്ന ആത്മാവിനെ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. എൻ പ്രിയനെ പോൽ സുന്ദരന ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരന ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാചാരന്മാര് വായിക്കുമോ വത്സല. മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരനെ എന്നെ വിരുന്നവൻ, സർവശൂല സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വിരുന്നവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാചാരന്മാര് വായിക്കുമോ വത്സല. മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, നീ മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേരുഷാനെ പുത്രിമാരെ ചുറ്റും നിന്നോരാ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. പുത്രിമാരും ചുറ്റും നിന്നോരാ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരനാമനോഹര എല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം. ലോകയാ പ്രാകൃതരാചാരന്മാരെ വായിക്കുമോ വത്സല. മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, നീ മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമാമെന്നെ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. ഓ പ്രേമമെന്നെ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാചാരന്മാരെ വായിക്കുമോ വത്സല. മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്യപ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൽ കുമിള പോലെ മിന്നി വീഴാൻ നേരം ജടിക സുഖങ്ങളെന്നേക്കുമേ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വീഴാൻ നേരുന്ന ജടിക സുഖങ്ങളെന്നേതിരേക്കുകിൽ. സുന്ദരനാമനോഹര നിന്നെ
ലോകയാത്ര രാഗകാരന്മാരെ വാരിക്കുമോ വത്സല മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ ഈ മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കാവനീടുകിൽ യെരൂശലേം പുത്രിമാരെ ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കാവനീടുകിൽ സുന്ദരമനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാഗകാരന്മാരെ വാരിക്കുമോ വത്സല മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ ഈ മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ ഉയരങ്ങൾ പ്രാതനാമേ ഓടിയോട് കൂടി എന്നെ പാടി വീഴ്ച ലോക സൗകര്യങ്ങളോ പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ പാടി വീഴ്ച സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാഗകാരന്മാരെ വാരിക്കുമോ വത്സല മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ ഈ മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ പിന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിരുന്നേ പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ താളുകൾ ഞാൻ എണ്ണി ജീവിച്ചിരുന്നേ സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാഗകാരന്മാരെ വാരിക്കുമോ വത്സല മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ ഈ മന്യപ്രതി മാണിക്യം വേടിയുകില്ല ഞാൻ ഹല്ലേലൂയ 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 കർത്താവേ ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ ലോകത്തിൽ എന്തെല്ലാം ഞാൻ കേട്ടാലും അവൻ എൻ്റെ കർത്താവിനെ വിട്ട് ഞാൻ പിന്മാറത്തില്ല എൻ്റെ ഹൃദയത്തെ ഞാൻ കഠിനമാക്കത്തില്ല പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് പകൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും ഹല്ലേലൂയ കർത്താവേ ഞാൻ എൻ്റെ തലമുറയെ ആ നിലയിലേക്ക് തിരിക്കുവാൻ ആമേൻ ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഹല്ലേലൂയ ഞാൻ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തില് വിശ്വസിച്ച് ആ മലയോട് നീങ്ങി പോകാൻ പറഞ്ഞാൽ അത് നീങ്ങി പോകുമെന്ന് കർത്താവ് പറഞ്ഞത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തെ നോക്കി വിമർശിക്കുന്നവരായിട്ടല്ല വിശ്വസിച്ച് കൽപ്പിക്കുന്നവരായി മാറണം. ഓ ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരം നൽകിയിരിക്കുന്ന ആ അധികാരം misuse ചെയ്യാതെ ഓ ആ ജനങ്ങളെ ഓ ചലിപ്പിച്ചാട്ട് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് ഓ സ്വസ്ഥതയിൽ പ്രവേശിക്കാത്തവന്റെ കൂടെയല്ല ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവന്റെ കൂട്ടത്തിൽ ഓ കർത്താവ് ഗംഭീരമായിട്ട് മുഴങ്ങിക്കൊണ്ട് മധ്യാകാശത്തിൽ ഇറങ്ങി വരുമ്പോ സഭ എടുക്കപ്പെടുന്ന ഓ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ ഓ പിന്മാറി പോകുന്നവരുടെ കൂട്ടത്തിലല്ല ഓ ക്ഷീണിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല ഹല്ലേലൂയ ആ കർത്താവിനോട് കൂടെ നടക്കട്ടെ അവൻ ബലഹീനതകളിൽ അവൻ കൂടെ നിൽക്കുന്നവനാണ് അവൻ നമ്മളെ ശക്തീകരിക്കുന്നവനാ അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നവനാ ഓ നമ്മുടെ ശൂന്യതകളെ അവൻ നിറയ്ക്കുന്ന ദൈവമാ ഓ
വീടുകളിൽ പ്രാർത്ഥന ഉണ്ടാകും, വീടുകളിൽ ആരാധന വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവാംഗ സുന്ദരനായ നമ്മെ വീണ്ടെടുത്ത, എല്ലാം പൂർത്തി വരുത്തുന്ന, എല്ലാം പൂർത്തിയാക്കുന്ന ആ കർത്താവിനെ മുറുക, അവനെ പിന്തുടരാ, അവനെ സേവിക്കാ, അവനെ ആരാധിക്കാ, അവനെ ജീവിതത്തിലൂടെ അനേകർക്ക് വെളിപ്പെടുത്താം, തലമുറകൾക്ക് പകർന്നു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ടീച്ചർ ആൻറ്റി ശബ്ദം ഉയർത്ത് ആമേൻ പൊതുവിനെ വഹിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ ഞായറാഴ്ചയുടെ പകൽ വേളയെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത്രത്തോളം ദൈവമേ ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ആരാധനയിൽ പങ്കുചേർന്നിട്ടുള്ള ഓൺലൈനായി ഓഫ്ലൈനായി ചേർന്നിട്ടുള്ള ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തികളും ദൈവമേ അപ്പാ ഹല്ലേലൂയ വചനപ്രകാരം ജീവിക്കുവാനുള്ള കൃപ അവരുടെ ഓരോരുത്തരുടെ മേലും പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ദേശത്ത് ദൈവമേ അങ്ങയുടെ സാക്ഷികളായി നിർത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനെ ബലപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ അനുവദിക്കാതെ വന്ന കർത്താവേ അങ്ങയുടെ ചിറൻ കീഴിൽ മറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ കുടുംബങ്ങളെയും ഓരോ താമസിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവരുടെ ആവശ്യം എന്തെന്ന് അറിയണല്ലോ നാഥ, ദൈവം അങ്ങ് അവരോട് ഇടപെട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. ഒരു കുഞ്ഞുങ്ങൾ പോലും നശിച്ചു പോകാൻ അനുവദിക്കാതെ കർത്താവേ അങ്ങയുടെ ദൂതന്മാരെ കാവൽ അവർ പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ കൃപ അവരോട് കൂടി ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലി മേഖലയിൽ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ, അവരുടെ ദൈവമേ അവരോടും കൂടി ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തെ അറിയാത്ത ആത്മാക്കളുണ്ടല്ലോ കർത്താവേ, അവരോട് അങ്ങ് ഇടപെട്ട് കർത്താവേ, പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവരെല്ലാം രക്ഷയുടെ അനുഭവത്തിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, രോഗ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ നാഥ, ദൈവമേ അങ്ങയുടെ വചനമയച്ച് സൗഖ്യമാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പാലക്കാട് ജില്ലയെ ഓർക്കുന്ന കർത്താവേ, ദൈവമേ ഹല്ലേലൂയ. കർത്താവേ, കാലാവസ്ഥയുടെ കർത്താവെ മഴക്കാലക്കെടുതിയിൽ ദൈവമേ നശിച്ചു പോയിട്ടുള്ള കുടുംബങ്ങളുണ്ട് കർത്താവേ, അവർക്ക് ദൈവമേ അപ്പാ ദൈവത്തിന്റെ കൃപ അവരോടുകൂടി ഇരിക്കണമെന്ന് ശേഷിച്ചിട്ടുള്ള ജീവനങ്ങൾ കർത്താവേ, ദൈവകൃപ അവരോടുകൂടി ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവർത്തിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ്, ഇനിയുള്ള നാളുകൾ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ഓരോ പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി കർത്താവേ, ഈ ജില്ലയ്ക്ക് വേണ്ടി, ഈ സംസ്ഥാനത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവകൃപയെ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി അങ്ങ് ചെയ്തെടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ വെളിപ്പെട്ട നാഥ ദൈവമേ ഹല്ലേലൂയ. സ്തോത്ര, സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കർത്താവെ എത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇനിയുള്ള നാളുകളിൽ വചനപ്രകാരം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും പകരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ ഞങ്ങൾ കർത്താവെ ഞങ്ങൾ ഇത്രയും ബലപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ വിശുദ്ധന്മാരുടെ ആരാധനയെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടത്തെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാവരും ഇതിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നാഥ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം. കർത്താവെ, പ്രാർത്ഥന വിഷയത്തിന്മേലും പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് ഓർന്ന് മറുപടി അയച്ചിരിക്കുകയായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവറി കുറിച്ച് ജീവനർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. കർത്താവ് ഇത്രത്തോളം നമ്മളെ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യാം, ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. നല്ല പാട്ടുകൾ, നല്ല ആരാധനകൾ, ആമേൻ, നല്ല പ്രാർത്ഥനകൾ എല്ലാം ദൈവം നമുക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവം കൽപ്പിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ ആമേൻ 100 മേനിയായി വിളവ് ആമേൻ ഉണ്ടാകേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാൻ യഹോവയെ
മനസാലി ഉടയ മഹോന്നത പരനെ വന്നേ നിനക്കാമേ. മനസാലി ഉടയ മഹോന്നത പരനെ വന്നേ നിനക്കാമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോടുകൂടെയും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും കർത്താവിന്റെ രണ്ടാം വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നൽകി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. വിശ്വാസത്തിൽ എന്നെ നടത്തണമേ യേശുവേ എൻ ജീവനാഥനേ. അങ്ങയുടെ സ്വസ്ഥം അങ്ങയുടെ സ്വസ്ഥം ഞാൻ കേൾക്കണമേ. പരിശുദ്ധാത്മാവേ നിറയ്ക്കണമേ. കഠിന ഹൃദയമൊരുക്കണമേ. കൃപയാൽ എന്നെ തൊടണമേ. അങ്ങയുടെ വഴിയിൽ നടന്നിടുവാൻ അനുദിനം ശക്തി നൽകണമേ. ജീവനുള്ള വചനം എൻ ദീപമാമിരുളിലെൻ പാത തെളിയിക്കാം. ഇരുവായി തലവാളായി വചനം എന്നുള്ളം ശുദ്ധമാക്കിടും മഹാപുരോഹിതൻ യേശുവേ. കൃപാസിംഹാസനത്തിലേക്ക് എന്നെ നയിക്കണേ. എൻ കണ്ണുനീരങ്ങറിയുന്നുവേ. എൻ പ്രാർത്ഥന കേൾക്കുന്നവനേ, അങ്ങയുടെ വിശ്രമം മതിയേ എനിക്ക്. അങ്ങയുടെ സാന്നിധ്യം സ്വർഗമല്ലോ. എൻ തലമുറകൾ എഴുന്നേൽക്കട്ടെ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നീയേ ആരാധ്യൻ. ഹല്ലേലൂയ. എന്നും എന്നേക്കും മഹത്വം നിനക്കേ. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുകയും ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരും പ്രയർ ഫാമിലി നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമായ രാത്രി 9:30 വീണ്ടും നമുക്ക് ആത്മീയ കൂട്ടായ്മയിൽ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടാം. അതുവരെ എബെനേസറായ ദൈവം കൂടെ ഇരിക്കട്ടെ. മാറാനാഥ.